കുരിശിനെ സ്നേഹമാക്കിയ നാഥ, നെഞ്ചോടണയ്ക്കണേ എന്നെ, നിന്റേതായി മാറും വരെ. ഒരു സ്ഥലത്ത് താമസിക്കുമ്പോഴും അവിടം വിട്ടുപോകേണ്ട വിധിയും നിയോഗവുമായ ജീവിതമാണ് പ്രവാസം. 12-ാം വയസ്സിൽ തന്നെ യേശു പിതാവിൻ്റെ ഭവനമാണ് നിത്യമായിട്ടുള്ളത് എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങളുടെ വിലയറിയണമെങ്കിൽ പ്രവാസ ജീവിതം കണ്ടാൽ മതി. സാധാരണ ജനങ്ങൾ ജീവിക്കുന്നതിലും ശ്രദ്ധയോടെ ജീവിക്കും, കഠിനാധ്വാനം ചെയ്യും, സമയം പാഴാക്കാതിരിക്കും, അച്ചടക്കം പാലിക്കും, സമ്പാദ്യങ്ങൾ സ്വന്തം നാട്ടിലായിരിക്കും. അകന്നിരിക്കുമ്പോഴാണ് നഷ്ടപ്പെട്ടത് എത്ര വലുതാണെന്ന് തിരിച്ചറിയുന്നത്. അവർ വിശ്വസ്തയോടെ ജീവിക്കും. അതുകൊണ്ട് ഈ ലോകത്തിൽ എല്ലാം നേടുവാനും സ്വന്തമാക്കുവാനും നിലനിർത്തുവാനും ശ്രമിക്കുന്നവരൊക്കെ യേശുവിന് ഭോഷന്മാരും ഓർമ്മയില്ലാത്തവരും വ്യസനമുള്ളവരുമൊക്കെയാണ്. സ്വർഗീയ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് ഈ പ്രവാസ ജീവിതത്തെ വിശുദ്ധവും വിശ്വസ്തവും വിനയാന്വിതവും വിവേകപൂർണവുമാക്കുവാനുള്ള പരിശീലന കാലമാണ് നോമ്പുകാലം.